ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വീണ്ടും നല്ല ഒരു അവസരം ദൈവ ശുശ്രൂഷയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുവാൻ ഈ ഭൂമിയിലെ ആയുസ്സിൽ ദൈവം തന്ന നല്ല ഒരു മണിക്കൂറിനായി നമുക്ക് നന്ദി പറയാം. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ എനിക്ക് ആത്മാവിന്റെ നിർദ്ദേശമുണ്ടായി എന്നൊരു പദം അദ്ദേഹം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം ഒരു ശുശ്രൂഷ ജീവിതത്തിൽ, ഒരു വിശുദ്ധ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ശുശ്രൂഷ ജീവിതം ഉയർന്ന നിലയിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവപിതാവ് ഈ ഭൂമിയിൽ അതിമനോഹരമാക്കി മാറ്റും. ദൈവത്തിന്റെ ആത്മാവിന്റെ നിർദ്ദേശമായിരിക്കണം നിങ്ങളുടെയും എന്റെയും വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിലെ ബലം. അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ഉയർത്തുകയും നയിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം അത് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആരൊക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞ് എന്തൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ തന്നാലും പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തിപരമായി നിർദ്ദേശം തരുന്നുവെങ്കിൽ ആ നിർദ്ദേശമാണ് എൻ്റെ നാളത്തെ വിശുദ്ധ ജീവിതം, എൻ്റെ നാളത്തെ ശുശ്രൂഷ, എൻ്റെ നാളത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിത്യതയിൽ പ്രവേശിക്കുവാൻ അതിനാൽ മാത്രമാണ് കാരണമായി തീരുന്നത്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ ആ ബോധ്യത്തിലായിരിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം പ്രാപിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം ഞാൻ അറിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം, അതിന്റെ നിർബന്ധം എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ആക്കി വെക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചാൽ, പരിശുദ്ധാത്മാവ് നിർദ്ദേശിച്ചാൽ നമ്മൾ ആ വിഷയം മാത്രം ചെയ്യുക. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ കൂടെ നിന്നാലും കൂടെ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിൽ വളരെ ശ്രദ്ധ വെക്കണം. പ്രിയമുള്ളവരെ, നിയമാവർത്തനത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 32-ാം തിരുവചനം അതിങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. അത് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ആരെങ്കിലും ഇത് വായിച്ചു നോക്കിയേ. നിയമാവർത്തനം 5:32. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ നിന്ന് കർത്താവ് കൽപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് അതിൽ ശ്രദ്ധ വെച്ച് മാത്രം മുന്നോട്ട് പോവുക. എന്നാൽ അടുത്ത തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്: അതിൽ നിന്ന്, ഏതിൽ നിന്ന്? ദൈവത്തിന്റെ നിർബന്ധത്തിൽ നിന്ന്, ദൈവത്തിന്റെ നിർദ്ദേശത്തിൽ നിന്ന്, ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന്, ദൈവം അറിയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇടം വലം തിരിയരുത്. അങ്ങനെ ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ദൈവം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ദൈവം നിർബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം ഇടം വലം തിരിയരുത്. ആരൊക്കെ എതിർത്താലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും, എന്തൊക്കെ വെല്ലുവിളികളുണ്ടെങ്കിലും നമ്മൾ ഇടം വലം തിരിയാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവിടുത്തെ ദിവ്യശക്തി അതിനെ അതിജീവിക്കുവാൻ, നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ അതിലംഘിക്കുവാൻ, അതിജീവിക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ അങ്ങനെ തന്നെ അത് ആക്കി വെക്കുകയും ആ ശക്തി നമ്മളെ എടുത്ത് ഉയർത്തുകയും ചെയ്യും. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കൂ. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 32-ാം തിരുവചനം. ഡോക്ടർ ഡയാന നമ്മുടെ കൂട്ടായ്മയിലുണ്ടെങ്കിൽ ഇത് വായിക്കാവോ? ഡോക്ടർ ഡയാന മലയാള ബൈബിളിൽ നിന്ന് വായിക്കാവോ? നിയമാവർത്തനം 5:32. ഹല്ലേലൂയ. ഒന്ന് വായിക്കാവോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാവോ? ഞാൻ വായിക്കണം? നിയമാവർത്തനം 5-ാം അധ്യായം 32-ാം തിരുവചനം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നിങ്ങൾ ഇടം വലം തിരിയരുത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം അറിയിക്കുന്നതാണ് വാസ്തവത്തിൽ നമുക്കുള്ള ശുശ്രൂഷ. ദൈവം നിർബന്ധിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളെ
ഏൽപ്പിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ഇന്നത്തെ സർവീസ്. നമുക്ക് നാളെ ഒരു സർവീസ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ നിർദ്ദേശം എന്താണോ അത് കേട്ട് മാത്രം നമ്മൾ മൂവ് ചെയ്യുക. ആ സർവീസ്, ആ ശുശ്രൂഷ അതിമനോഹരമായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ പ്രവൃത്തി ആ ശുശ്രൂഷയുടെ മേൽ പ്രകടമായി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്മാരെ കുറിച്ചും പ്രവാചകന്മാരിൽ ദൈവം അറിയിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചുമാണ്. ദൈവം എങ്ങനെയാണ് അവരെ കൊണ്ട് ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുന്നത്, ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പല ദിവസങ്ങളിൽ പല തിരക്കുകൊണ്ട് കയറാൻ പറ്റാറില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് പ്രവാചകന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രവാചകനായ ബാലാം പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ സംഖ്യാപുസ്തകം 24-ാം അധ്യായം 15-ഉം 16-ഉമാണ് തിരുവചനം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആ 16-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ഇതേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദൈവ ശുശ്രൂഷൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്നോട് ദൈവം എന്ത് പറയുന്നു, എന്നെ ദൈവം എന്ത് ഏൽപ്പിക്കുന്നു, അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച്, ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള ആ മണിക്കൂറിലെ ശുശ്രൂഷ. വേറൊന്നും ആ മണിക്കൂറിൽ ദൈവ ശുശ്രൂഷയായി ദൈവം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ദൈവത്തിൽ നിന്ന് അറിയുവാൻ തീഷ്ണതയുള്ളവരായിരിക്കണം. ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ. അത് നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അതിൽ നമ്മൾക്ക് വലിയ ഉയർച്ച ഉണ്ടാകും. എന്റെ പ്രിയമുള്ളവരെ, ശുശ്രൂഷയിൽ ഉയർന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ എപ്പോഴും കേൾക്കണം. നമുക്ക് ഈ ബൈബിൾ വേണമെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്. ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞതുണ്ട്, ദൈവം പറഞ്ഞതുണ്ട്. ദൈവത്തെക്കുറിച്ച് ദൈവമനുഷ്യർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ, ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായ ഭക്തന്മാർ, ശുശ്രൂഷകർ പറഞ്ഞ ദൈവീക കാര്യങ്ങൾ ഈ ബൈബിളിലുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്നാൽ ശുശ്രൂഷയിൽ നമുക്ക് വേണ്ടത് ദൈവം അതാത് മണിക്കൂറിൽ ദൈവം എന്ത് സംസാരിക്കുന്നു എന്നോട്, അത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കണം. പലരും പട്ടുപോയതും വീണുപോയതും ശുശ്രൂഷയിൽ തീഷ്ണത കുറഞ്ഞു പോയതും പ്രാർത്ഥന ബ്ലോക്കായി പോയതും അഭിഷേകം ലൂസായതും ശുശ്രൂഷ നിലച്ചു പോയതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്: ദൈവത്തിൽ നിന്ന് അവർ ശ്രവിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നു, ദൈവത്തെക്കുറിച്ച് അവർ ഒരുപാട് പഠിക്കുന്നു. ദൈവത്തിൽ നിന്ന് വ്യക്തിപരമായി അവർ അറിഞ്ഞു പഠിക്കുന്നില്ല, കേട്ടു പഠിക്കുന്നില്ല, ആ വ്യക്തിപരമായി അനുഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, പ്രാപിക്കാതെ ആരും പകരരുത്. നമ്മൾ പ്രാപിക്കുന്നു. എന്താണോ പ്രാപിക്കുന്നത്, ഏത് വിധത്തിലാണോ, ഏത് നിലയിലാണോ, ഏത് നിറവിലാണോ, എത്ര ഘനമേറിയതാണോ പ്രാപിക്കുന്നത്, അതൊക്കെയാണ് നമ്മുടെ നാളത്തെ ശുശ്രൂഷ. പ്രാപിക്കാതെ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ പകരരുത്. ഇന്നലെ എടുത്ത് നമ്മൾ പകരരുത്. ഇന്നത്തേക്കുള്ളത് ഇന്ന് നമ്മൾ പ്രാപിച്ചിരിക്കണം. അത് ദൈവത്തിന് മുമ്പിൽ നിർബന്ധമാണ്. ആ വിധത്തിൽ തരുവാൻ ദൈവത്തിന് മുമ്പിൽ നിറയെ ഉണ്ട് താനും. ദൈവത്തിന് മുമ്പിൽ നിറയെ ഒരുപാട് തന്നതിനേക്കാൾ എത്രയോ അധികം ഇനിയും ദൈവത്തിന്റെ മുൻപിലുണ്ട്. ദൈവത്തിന് മുമ്പിലെല്ലാം പുതിയ നിലയിൽ ഉയർന്ന നിലയിൽ അങ്ങനെ പകർന്നു തരാൻ ദൈവത്തിന്റെ മുൻപിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഇന്നലെ എടുത്ത് ദൈവത്തിന് തരേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നലത്തെ അഭിഷേകത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഇന്നത്തെ ശുശ്രൂഷ നിർവഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. അതിനുവേണ്ടി നെടുവേർപ്പെടേണ്ടതില്ല, അതിനുവേണ്ടി ത്യാഗം ചെയ്യേണ്ടതില്ല. ഇന്നിന്റെ ശുശ്രൂഷ, ഇന്നിന്റെ അഭിഷേകത്താൽ, ഇന്നിന്റെ ആ ശ്രവണത്തിൽ, ഇന്നിൻ്റെതായ കേൾവിയിൽ ഇന്നത്തേക്ക് വേണ്ട വാക്ക് ഇന്ന് കേൾക്കണം. ഹല്ലേലൂയ. അത് കേൾക്കുന്നത് കൊണ്ടാ ബാലാം പ്രവാചകനൊക്കെ, ബാലാക്ക് രാജാവൊക്കെ വെല്ലുവിളിച്ചപ്പോഴും തോറ്റുപോകാതെ ഭയം കൂടാതെ നിലയുറപ്പിച്ചത്, നിലകൊണ്ടതിന്റെ എല്ലാം ഒരു കാരണം ഇതാണ്: ദൈവത്തിൽ നിന്ന് അവർ അതാത് മണിക്കൂറിൽ കേൾക്കുമായിരുന്നു.
ഹല്ലേലൂയ. അവർ ആശയം കൈമാറുന്നവരല്ല, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവർ കൈകാര്യം ചെയ്യുന്നവരായിരുന്നു. കേട്ട വാക്ക് കൈകാര്യം ചെയ്യുന്നവർ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെ വചനം പറയാണ് ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ. അടുത്തൊരു പദമാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് പറയാനാണ് അതിന്റെ ആദ്യ ഭാഗം പങ്കുവച്ചത്. അത്യുന്നതന്റെ അറിവിൽ പങ്കുചേർന്നവൻ. ഓരോ ദൈവ ശുശ്രൂഷകനും ദൈവത്തിന്റെ പാർട്ട്നേഴ്സാണ്. ഓരോ ദൈവ ശുശ്രൂഷകനും ദൈവത്തിന്റെ പങ്കാളിത്തമുള്ളവനാണ്, ദൈവത്തിന്റെ ഷെയറുകാരനാണ്. ദൈവം പകുതി ചെയ്യുന്നു, ഈ ഭൂമിയിൽ ബാക്കി ദൈവ ശുശ്രൂഷകൻ ചെയ്യുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വഴി പകുതി കാര്യങ്ങൾ തന്റെ ശുശ്രൂഷകന് വേണ്ടി ഈ ഭൂമിയിൽ തന്റെ ജനത്തിനു വേണ്ടി ദൈവം സ്വർഗത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ബാക്കി പാതി ഭാഗം ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ പങ്കാളിയാണ്, ദൈവത്തിന്റെ ഷെയറുകാരനാണ്. ദൈവത്തിന്റെ ശുശ്രൂഷയുടെ പകുതി കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരുന്ന ലാസറോട് ലൂക്കാസ് സുവിശേഷത്തിൽ ഇതാ ലാസറോട് നരകത്തിൽ കിടക്കുന്ന ധനവാൻ പറയാണ്, അബ്രഹാം പിതാവേ, ഈ ലാസറിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അവിടെ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരുടെ അടുക്കിൽ പോയി ഇവിടെ വരരുത്, ശ്രദ്ധയോടെ വളരെ വിശുദ്ധ ജീവിതം നയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ കിടക്കുന്ന അഗ്നി തടാകം അല്ലെങ്കിൽ ഈ നരകക്കുഴിയിൽ നിങ്ങൾ വീഴും എന്നൊക്കെ ചെന്നൊന്ന് പറയാവോ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു, ആ ശുശ്രൂഷ ഇവനെ ഏൽപ്പിച്ചിട്ടില്ല. അത് ഭൂമിയിൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അവരാണ് ആ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവ ശുശ്രൂഷകരുടെ ഒരു ഭൂമിയിലെ പങ്കാളിത്തത്തിന്റെ വിശാലതയെക്കുറിച്ചും അതിന്റെ വലുപ്പത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അത് ദൈവം അലങ്കരിച്ചു വെച്ചിരിക്കുന്നതിന്റെ വിലയെക്കുറിച്ചുമെല്ലാം ദൈവപിതാവ് അബ്രഹാം പിതാവിന് തന്റെ ജ്ഞാനത്താൽ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്ന ഒരു സന്ദർഭം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പകരക്കാരാണ്. നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ അംബാസഡറാണ്. നമ്മളാണ് ദൈവം ചെയ്തതിന്റെ ബാക്കി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നാം ദൈവത്തിന്റെ പങ്കാളിയും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണ്. ദൈവപിതാവിന്റെ അവകാശിയും യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമാണെന്ന് പറഞ്ഞ് തന്റെ ലേഖനത്തിൽ താനത് ചാർത്തി എഴുതി വെച്ചത്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടാകണം. ഞാൻ ദൈവപിതാവിന്റെ പകരക്കാരനാണ് ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിൽ യേശു ആത്മരക്ഷയ്ക്ക് വേണ്ടി പൂർത്തിയാക്കിയതിന്റെ ഷെയർ എനിക്കുണ്ട്, അതാണ് ഇന്ന് ഞാൻ നിർവഹിക്കുന്നത് എന്ന സുബോധം നമ്മുടെ അകത്തും പുറത്തും ശുശ്രൂഷ മുഖത്തും പ്രാർത്ഥനാ സമയത്തും വിശുദ്ധ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ശത്രുവായ പിശാച് നമ്മളെ വിഴുങ്ങിക്കളയും. ശത്രുവായ പിശാച് ശുശ്രൂഷ ജീവിതത്തിൽ അഭിഷേകത്തെ തടയും. ശത്രുവായ പിശാച് നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ലൂസാക്കും. ശത്രുവായ പിശാച് അവന്റെ ശക്തിയുടെ പ്രവണതയാൽ, അവന്റെ അശുദ്ധാത്മാക്കളുടെ പ്രേരണയാൽ നമ്മളെ അവൻ വശീകരിച്ചു കളയും. എന്റെ പ്രിയമുള്ളവരെ, ദൈവ ശുശ്രൂഷകർ എല്ലാവരേക്കാൾ ജാഗരൂകരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. ഒരു ദൈവ ശുശ്രൂഷകൻ ഒരു കാവൽക്കാരനാണ്. അതാണല്ലോ പ്രവാചകനോട് പറയുന്നത്, നീ എന്റെ ജനത്തിന്റെ കാവൽക്കാരനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ രാത്രിയും പകലും തന്റെ ജനത്തെ കാത്തുകൊള്ളുന്ന ഒരു നല്ല കാവൽക്കാരനായിരിക്കണം. കാവൽക്കാരൻ മയങ്ങിയാൽ ശത്രു വന്ന് തന്റെ ആടുകളെ മോഷ്ടിക്കും. ഒരു നല്ല കാവൽക്കാരൻ ഉറങ്ങിയാൽ, രാത്രിയിൽ കിടന്നുറങ്ങിയാൽ ആ വീട്ടുകാരൻ എന്ത് സേഫ്റ്റിയാണുള്ളത്? കാവലേർപ്പെടുത്തുന്നവൻ കാവൽക്കാരനായിരിക്കുമ്പോൾ ആ വീട്ടിലായിരിക്കുന്നവർ എത്രയോ സമാധാനത്തിൽ, എത്രയോ സന്തോഷത്തിൽ, എത്രയോ പ്രൊട്ടക്ഷനിൽ അവർ കിടന്നുറങ്ങും. അതുപോലെയാണ് ദൈവജനം.
ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിന്റെ കാര്യസ്ഥരാണ് നമ്മൾ അവരുടെ കാവൽക്കാരാണ്, നമ്മൾ അവരുടെ ശുശ്രൂഷകരാണ്. എന്റെ പ്രിയമുള്ളവരെ, ദൈവം ഏൽപ്പിച്ച ആട്ടും പറ്റമാണവർ. ആ ആട്ടിൻകൂട്ടത്തെ നല്ല നിലയിൽ നമ്മൾ ആട്ടിൻകൂട്ടങ്ങളെ മോഷ്ടിക്കുന്ന ചെന്നായ്ക്കൾ വരുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്ക, ആ ചെന്നായ്ക്കളുടെ മുൻപിൽ ദൈവം ഏൽപ്പിച്ച ആടുകൾ പിടിച്ചെടുക്കപ്പെടാതെ ചെന്നായ്ക്കളുടെ നടുവിൽ ഇതാ സുബോധത്തോടെ കാവൽക്കാരനായിരിക്കുന്നത് പോലെ സുബോധത്തോടെയും തീക്ഷ്ണതയോടെയും ബോധ്യത്തോടെയും അഭിഷേകത്തിൽ ചലിക്കുന്നതുമായി നമ്മൾ നിലകൊള്ളണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വില നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ വില എന്താണ്? നമ്മുടെ വില ദൈവപിതാവിന്റെ പകരക്കാരാണ് നമ്മൾ ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ യാഗത്തിന്റെ താൻ യേശു വെച്ചേച്ചു പോയ ശുശ്രൂഷയുടെ ബാക്കി ചെയ്യേണ്ടവരാണ് നമ്മൾ സ്വർഗത്തിന്റെ ഷെയർ ഉള്ളവരാണ്. ഈ ഭൂമിയിൽ സ്വർഗീയ ഷെയർ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകാരാണ് നമ്മൾ. നമ്മുടെ കയ്യിലാണ് സ്വർഗത്തിന്റെ സമ്പത്ത് ദൈവപിതാവ് വിശ്വസ്തയോടെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനം ശ്രവിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഇന്ന് ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ നമ്മളെല്ലാം ദൈവത്തിന്റെ പകരക്കാരായിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ അത്യധികമായ ആഗ്രഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ തീഷ്ണതയുള്ളവരായിരിക്കണം. രണ്ടാമത്തേതിൽ ഇതാ അവിടുത്തെ വചനം പറയുന്നില്ലേ, ദൈവത്തിന്റെ അത്യുന്നതന്റെ അറിവിൽ പങ്കുചേർന്നത്. ഹല്ലേലൂയ. നമുക്ക് എന്നും ഒരു പങ്കാളിത്തമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ബന്ധമുണ്ട്. ഈ ഭൂമിയിൽ ആരോടുമല്ല, ഈ ഭൂമിയിലെ ഭാര്യയോടോ മക്കളോട് സ്വന്തത്തോടോ ബന്ധത്തോടോ ലോകത്തിലെ ഒന്നിനോടും അല്ല. നമുക്കൊരു കൂട്ടായ്മയുള്ളത് സ്വർഗത്തോടാണ്, ദൈവപിതാവിനോടാണ്. എങ്ങനെയാണ് കൂട്ടായ്മ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് കൂട്ടായ്മ സൃഷ്ടിക്കപ്പെടുന്നത്? പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശമുണ്ടാകുന്നു, നിർബന്ധമുണ്ടാകുന്നു, അറിവുണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ ചലിപ്പിക്കുന്നു. അപ്പോഴെല്ലാം നമ്മൾ ചലിക്കുന്നു, അപ്പോഴെല്ലാം നമ്മൾ കേൾക്കുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ അറിയുന്നു, നമ്മൾ പറയുന്നു, നമ്മൾ പാടുന്നു, നമ്മൾ പ്രവചിക്കുന്നു, നമ്മൾ ശുശ്രൂഷിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവപിതാവിലേക്ക് വഹിച്ചു കൊണ്ടുപോയി ശുശ്രൂഷ ഏൽപ്പിച്ച് കൈമാറി തരികയാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് ശുശ്രൂഷ നമുക്ക് കൈമാറി തരികയാണ്, വാങ്ങിച്ചു തരികയാണ്, ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കൂട്ടായ്മയിൽ വിശുദ്ധ ജീവിതം നയിക്കണം. നമ്മുടെ കൂടെ ആരുണ്ട്, ഇല്ല, നമുക്കെതിരെ എത്ര പേർ അനുകൂലമാണ്, പ്രതികൂലമാണ്, ഇതൊന്നും ദൈവത്തിന്റെ മുൻപിൽ ബാധകമല്ല. ദൈവത്തിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഞാനും നിങ്ങളും ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒറ്റ കാരണത്താൽ, ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ നിലകൊണ്ട അംബാസഡർമാരായതിനാൽ, ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത് വേർതിരിച്ച് വെച്ചിരിക്കുന്ന ആ ഒറ്റ കാരണത്താൽ നമ്മൾ ദൈവത്തോട് എപ്പോഴും കൂട്ടായ്മയുള്ളവരായിരിക്കണം. രാവെന്നോ പകലെന്നോ ഉറക്കമെന്നോ നടപ്പെന്നോ യാത്രയെന്നോ ശുശ്രൂഷയെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും ആ പരിശുദ്ധാത്മാവിൽ ദൈവപിതാവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കണമെന്ന് ദൈവം എല്ലാ കാലത്തും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളാണ് ഈ ഭൂമിയിലെ ദൈവത്തിന്റെ അംബാസഡർമാർ, നമ്മളാണ് ഈ ഭൂമിയിലെ ദൈവ ശുശ്രൂഷകർ, നമ്മളാണ് ദൈവത്തിന്റെ വിലയുള്ളവർ. എന്റെ പ്രിയമുള്ളവര്, നമുക്കൊരു വില കുറഞ്ഞു പോയാൽ, നമുക്കൊരു കുറവ് സംഭവിച്ചാൽ, ആ കുറവ് ദൈവത്തിനാണ് കുറവ് സംഭവിക്കുന്നത്. എനിക്കൊരു വീക്ക് സംഭവിച്ചാൽ, ആ വീക്ക് സംഭവിക്കുന്നത്, ആ ബലഹീനത സംഭവിക്കുന്ന, ആ കുറവ് സംഭവിക്കുന്നത് അത് ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിൽ നമ്മുടെ കൂട്ടായ്മ, ദൈവമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം എല്ലാ മണിക്കൂറിലും കാത്തു സൂക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. അല്പനേരം എല്ലാവരും ഒന്ന് 1-2 മിനിറ്റ് ഭാഷാവർത്തിയിൽ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്
എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വേഗത്തിൽ ഒന്ന് വന്നേ. ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ
എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് കേട്ട്. എന്താണ് കർത്താവിന്റെ വചനം പറഞ്ഞേ? അത്യുന്നതന്റെ അറിവിൽ പങ്കു ചേർന്നവൻ സർവശക്തനിൽ നിന്ന്. എല്ലാവരും ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി. ഒരാള് ബൈബിള് വചനം എന്ന് വായിച്ച് സംഖ്യാപുസ്തകം 24:16 വായിച്ച്. സംഖ്യാപുസ്തകം 24:16. ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതന്റെ അറിവിൽ പങ്കുചേർന്നവൻ. ഒരാള് വായിക്കണേ. ആരെങ്കിലും ഒരാൾ വായിക്കണേ. വായിച്ച്. ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതന്റെ അറിവിൽ പങ്കുചേർന്നവൻ. അത്യുന്നതന്റെ അറിവിൽ പങ്കുചേർന്നവൻ. അടുത്തത് സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ. എങ്ങനെ?
ഇങ്ങോട്ട് വരാൻ സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ. സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ. ദർശനം സിദ്ധിക്കുക, അതൊരു സിദ്ധിയായി നമുക്ക് അനുഭവിക്കാൻ പറ്റുക, അതൊരു സിദ്ധിയായി നമുക്കൊരു അവകാശം ഉണ്ടാവുക. എന്റെ പ്രിയമുള്ളവരെ, ശുശ്രൂഷകളിൽ ചില സിദ്ധികൾ പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആക്കി വെക്കും. ചില സിദ്ധികൾ, ദർശനം പറയാനുള്ള സിദ്ധി, പ്രവചിക്കാനുള്ള സിദ്ധി, അന്യഭാഷകൾ പറയാനുള്ള സിദ്ധി, ശുശ്രൂഷിക്കാനുള്ള സിദ്ധി, രോഗികളെ സൗഖ്യമാക്കാനുള്ള സിദ്ധി, അങ്ങനെ പലവിധ വെറൈറ്റി സിദ്ധികൾ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യണം, കർത്താവെ അങ്ങയുടെ സിദ്ധികൾ, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലുള്ള ആ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള സിദ്ധികൾ എനിക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവെ ചില സിദ്ധികളിലേക്ക് എന്നെ ഉയർത്തണമേ. കൃപാവരങ്ങളുടെ മാത്രമല്ല, ആ കൃപാവരങ്ങളിൽ തന്നെയുള്ള ചില വെറൈറ്റി സെക്ഷനുകൾക്കായി എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന ഒരു നിലയിലുള്ള വിശുദ്ധ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, തീഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടായി എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പരിശുദ്ധാത്മാവിലുള്ള വെറൈറ്റി സെക്ഷൻ ചെയ്യാനുള്ള സിദ്ധികൾ, സാധാരണ നിലയിൽ ബൈബിൾ പഠിച്ച് ബൈബിൾ പ്രസംഗിക്കുന്ന ആ ഒരു നിലയിലുള്ള ശുശ്രൂഷയല്ല, എനിക്ക് സിദ്ധികൾ, വെറൈറ്റി, വ്യത്യസ്തമായ നിലയിലുള്ള, ആഴമുള്ള നിലയിലുള്ള, അതിശയകരമായ നിലയിലുള്ള, അത്ഭുതകരമായ നിലയിലുള്ള സിദ്ധികൾ. സ്വർഗത്തിൽ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടാവണം, അതിനെ കുറിച്ചുള്ള എരിവുണ്ടാവണം. അതാണ് ഈശോ പറഞ്ഞ് ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ. ഒരു വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, തീ ഉണ്ടായാൽ മാത്രം പോരാ, തീ കത്തിക്കൊണ്ടിരിക്കണം. തീ ഉണ്ടായാൽ മാത്രം പോരാ, തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ എന്റെ പിറകിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നത് പോലെ നമ്മുടെ ഉള്ളത്തിൽ കത്തുന്ന ഒരു ഫീൽ, ഒരു ദാഹം, ഒരു തീക്ഷണത, ഒരു ബോധ്യം, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു മൈൻഡ് നമ്മളിൽ സൃഷ്ടിക്കപ്പെടണം. ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്റെ പ്രിയമുള്ളവരെ, സിദ്ധികൾ, എനിക്കും ചില സിദ്ധികൾ ആവശ്യമാണ്. ദൈവത്തിന്റെ സിദ്ധികൾ, ദൈവസിദ്ധികൾ. മനുഷ്യരിൽ തന്നെ സിദ്ധികളുണ്ട് പ്രിയമുള്ളവരെ, എന്നാൽ മനുഷ്യരെ അതിശയിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ സിദ്ധികൾ. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് എല്ലാവർക്കും ദൈവം, പരിശുദ്ധാത്മാവിന് നൽകിയ എല്ലാവർക്കും ദൈവം ദൈവത്തിന്റെ പ്രത്യേകതകളുള്ള, വ്യത്യസ്തതകളുള്ള, ശ്രേഷ്ഠതകളുള്ള സിദ്ധികൾ പുതിയ നിയമത്തിൽ കോമണായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ നൽകിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അറിവ് ആർക്കുണ്ടാകുന്നു, അത് പ്രാപിച്ചെടുക്കാനുള്ള ദാഹം ആർക്കുണ്ടാകുന്നു, അതിനെക്കുറിച്ച് ആരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടാകുന്നോ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്റെ സമയത്തിന്റെ പൂർണ്ണതയിൽ അത് ദൃശ്യമാക്കും, പ്രകടമാക്കും. പ്രവൃത്തിയുടെ ഏരിയയിൽ അത് പരിശുദ്ധാത്മാവ് അവനിൽ അങ്ങ് പ്രകടമാക്കി കളയും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം വിശുദ്ധ ജീവിതത്തെ തടയുന്ന പൈശാചിക ശക്തികളുണ്ട്. പൈശാചിക ശക്തികൾ, ദുർമന്ത്ര ശക്തികൾ, ആഭിചാര ശക്തികൾ നമ്മുടെ എല്ലാം ശുശ്രൂഷയെ തടയും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പ്രാപിച്ച് ശക്തിയുടെ സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ ശക്തിയുടെ സമ്പന്നനാണ് നമ്മളെങ്കിൽ, ഒരു ദുർമന്ത്രത്തിനും, ഒരു ആഭിചാരത്തിനും, ഒരു മന്ത്രവാദത്തിനും, ഒരു കൂടോത്രത്തിനും, ഒരു പൈശാചിക ലോകത്തിനും, അശുദ്ധാത്മാക്കൾക്കോ രോഗാത്മാക്കൾക്കോ മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാക്കൾക്കോ അപകടങ്ങളുടെ മേൽ പ്രകടമാക്കുന്ന ആത്മാക്കൾക്കോ തകർച്ചകൾ കൊണ്ടുവരുന്ന അശുദ്ധാത്മാക്കളോ ഒന്നും നമ്മുടെ മേൽ ഇടമില്ലാതെ വേണം. നമ്മുടെ മേൽ നമുക്ക് ചുറ്റുമായി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രൊട്ടക്ഷൻ, അനോയിന്റിങ് നിലയിലുള്ള, ആ അഭിഷേകത്തിന്റെ നിലയിലുള്ള ഒരു സംരക്ഷണ ഭിത്തി നമ്മുടെ മേലുണ്ടായി. ഹല്ലേലൂയ. മറന്നു പോകരുത്, നമുക്കെപ്പോഴും
പരിശുദ്ധാത്മാവിൽ നമ്മൾ സമ്പന്നരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ ബലമുള്ളവരായി വളരണം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥനയിൽ ഒരു തീഷ്ണത വരുന്നില്ല, അഭിഷേകം ചലിക്കുന്നില്ല, ആത്മാവിന്റെ ശബ്ദമില്ല, എന്തോ ഒരു ഡ്രൈനസ് എന്നിൽ ഫീൽ ആവുന്നു. ഞാൻ ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അനുദപിക്കുകയാണ്. എന്റെ ബലഹീനതകൾ ഏതെങ്കിലും കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്തെ തടയുന്നുണ്ടോ? എന്റെ സ്വഭാവ വൈകല്യങ്ങൾ ഏതെങ്കിലും തടയുന്നുണ്ടോ? എന്റെ പ്രാർത്ഥനയുടെ കുറവ് ഏതെങ്കിലും വിധത്തിൽ തടയുന്നുണ്ടോ? എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ വിലാപം കഴിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. എന്റെ മുമ്പിൽ ഒരു തൂഷനില, ഒരു നീളമുള്ള വാഴയിലയും കുറെ പൂക്കളും കുറെ പൊടികളും കളറുകളും പലവിധ കളറുകളുള്ള ചില പൊടികളൊക്കെ എന്നെ കർത്താവിന്റെ ആത്മാവ് കാണിക്കുകയാണ്. ഞാൻ ഉടനെ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുകയാണ്, ഇതെന്താണ് സംഭവം? ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ആ വിചാര ക്രിയകൾ നിനക്കെതിരെ നിലകൊണ്ടിരിക്കുകയാണ്. നിനക്കെതിരെ പൈശാചിക ലോകം ഉണർന്നിരിക്കുകയാണ്. നിനക്കെതിരെ സേവാത്മാക്കൾ തന്റെ സേവകളെ കൊണ്ട് സേവകളും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇത് വെളിപ്പെട്ട നിമിഷത്തിൽ തന്നെ ഞാൻ അധികാരമെടുത്ത് പ്രാർത്ഥിച്ചു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അധികാരത്താൽ ഞാൻ ഇതിനെ കൽപ്പിച്ച് ശാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ക്ലെയിം പറഞ്ഞുകൊണ്ടിരുന്ന, എന്നോട് അവകാശം പറഞ്ഞുകൊണ്ടിരുന്ന ആ പൈശാചിക ശക്തി ദുർബലമായി. എന്റെ പ്രിയമുള്ളവരെ, നമ്മളോട് ക്ലെയിം പറയുന്ന ചില വസ്തുക്കൾ, ചില ശക്തികൾ, ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ, ചില സാധ്യതകൾ, ചില ഭക്ഷണങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില ഭവനങ്ങൾ, ചില ബന്ധങ്ങൾ എല്ലാം ചിലതെല്ലാം നമ്മുടെ മേൽ അവകാശം പറയാൻ പൈശാചിക ശക്തി നമ്മളെ ബന്ധിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാ ദിനവും പരിശുദ്ധാത്മാവിൽ ശക്തിയിൽ സമ്പന്നനായി നമ്മൾ മുന്നോട്ട് പോകണം. അല്ല പ്രിയമുള്ളവരെ, അനേക ദൈവ ശുശ്രൂഷകരുടെ ശുശ്രൂഷ ജീവിതം ഉണങ്ങി വരണ്ടുപോയി. അതിന്റെ പ്രധാന കാരണം അവർ അനുദിനം പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാതെ അവരുടേതായ ബുദ്ധിയിലും ഐഡിയയിലും ഒക്കെ കുറെയൊക്കെ ശുശ്രൂഷകൾ ചെയ്ത് ബൈബിളിലെ മത്തായി പറയുന്നു, ലൂക്ക പറയുന്നു, മർക്കോസിൽ അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ബൈബിളിലെ പരിജ്ഞാനത്താൽ തിരുവചനത്തിന്റെ അറിവിൽ നിന്ന് അവർ ശുശ്രൂഷ നിർവഹിച്ച് അവർ ശുശ്രൂഷകരായി സ്വയം അലങ്കരിക്കപ്പെട്ട് മുന്നോട്ട് പോയതാണ്. അവരുടെ മുൻപിലെ പൈശാചിക ശക്തിയുടെ പീഡകളുടെ ദിനങ്ങളിൽ ജയിക്കാൻ പറ്റാതെ പട്ടുപോയതും വരൾച്ച പ്രാപിച്ചതും ഉണങ്ങിപ്പോയതുമായ ചില ശുശ്രൂഷ ജീവിതങ്ങൾ ഉണ്ടാകുവാൻ കാരണമായത്. എന്റെ പ്രിയമുള്ളവരെ, പൈശാചിക ലോകം ശുശ്രൂഷകളെ തടയും. പൈശാചിക ലോകം നമ്മുടെ വിശുദ്ധ ജീവിതത്തെ തടയും. പൈശാചിക ലോകം നമ്മുടെ വിശുദ്ധിയെ തടയും. പൈശാചിക ലോകം നമ്മുടെ പ്രാർത്ഥനയെ തടയും. പൈശാചിക ലോകം നമ്മുടെ അഭിഷേകത്തെ വികലമാക്കാൻ ശ്രമിക്കും. പൈശാചിക ലോകം തെറ്റായ ഉപദേശങ്ങൾ തരും. പൈശാചിക ലോകം തെറ്റായ പ്രവചന ദൂതുകൾ കൊണ്ട് കൈകാര്യം ചെയ്യും, നമ്മൾ അറിയിക്കും. നമുക്ക് ചിലപ്പോൾ ആത്മാവിന്റെ വിവേചനം ഇല്ലാതെ പോയാൽ, ആത്മാവിൽ ദൈവത്തിന്റെ പ്രവചനങ്ങളെ ഡിവൈഡ് ചെയ്യാനുള്ള ആ പ്രാപ്തി പ്രാപിക്കുന്നില്ലെങ്കിൽ, അത് ലഭിക്കാതെ പോയാൽ അത് നേരെ ഓപ്പോസിറ്റ് സാത്താന്റെ പ്രവചനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അവൻ നിറയ്ക്കും. അവൻ നമ്മുടെ മേൽ പലതും ചെയ്യാൻ അവൻ സോഴ്സുകൾ അന്വേഷിക്കും. വളരെ ചെറിയൊരു നിലയിലുള്ള സാധ്യതയുടെ മുൻപിൽ അവൻ വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ ഉണ്ടെങ്കിൽ സാത്താന്റെ പ്രവൃത്തി ഏത് വിധത്തിലാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ് എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എന്താണ് രോഗമെന്നറിഞ്ഞ് ഒരു ഡോക്ടർ മെഡിസിൻ എഴുതുന്നത് പോലെ നൽകുന്നത് പോലെ ആയിരിക്കണം ദൈവ ശുശ്രൂഷകന്റെ ശുശ്രൂഷ ജീവിതത്തിൽ സാത്താന്യ ലോകത്തിന്റെ ഓരോ ചലനങ്ങൾ ഏത് വിധത്തിലാണ്, ഏത് നിലയിലാണ്, ഏത് വഴിയിലൂടെയാണ്, ഏത് വ്യക്തിയിലൂടെയാണ്, ഏത് വസ്തുവിലൂടെയാണ്, ഏത് സംഭവത്തിലൂടെയാണെന്നെല്ലാം അങ്ങനെ ഒരു അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് ശരിയായ നിലയിൽ ഒരു ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇന്ത്യയിലെ ഒരു വലിയൊരു ധ്യാന മന്ദിരത്തിൽ അവിടെ ഒരിക്കൽ
ഒരു 2005, 2006 നാളിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് അവിടെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ഡയറക്ടർ അച്ഛനും കുറച്ച് ആളുകളും ഞങ്ങളെല്ലാം കൂടെ കൂടാനിടയായി. അപ്പോൾ അവിടെ അന്ന് ഞാൻ കണ്ട ഒരു ദർശനം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഒരു പൈശാചിക ശക്തി ഒരു വലിയ മുതല പോലെ, ഒരു വലിയ മുതല പോലെയുള്ള ഒരു മൃഗം ഞാൻ കാണുകയാണ്. ആ മുതല പോലുള്ള മൃഗം വന്ന് ആ ധ്യാനമന്ദിരത്തിൽ വീഴുന്നു. അന്ന് നിലവിൽ ഏകദേശം 5-ലധികം മധ്യസ്ഥ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട്. അൺമ്യൂട്ട് ചെയ്യണം. മൈക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ബ്രദറെ അതൊന്ന് ബ്ലോക്ക് ചെയ്യണേ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച്. ഇതാ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദർശനം കാണുകയാണ്. ആ ധ്യാനമന്ദിരത്തിന്റെ മേൽ ഒരു മുതല വന്ന് ആ മുതല വിഴുങ്ങുന്നു. ഞാൻ അവിടെയുള്ള ഒരു മീറ്റിങ്ങിനോട് പറയാനിടയായി. അവരത് പുച്ഛിച്ച് തള്ളി. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ആ ധ്യാനമന്ദിരത്തിൽ പിന്നീട് പൈശാചിക ശക്തി അതിഭയങ്കരമായ പ്രവൃത്തികൾ കൊണ്ടുവരാനിടയായി. അവിടെ വലിയ കേസുകൾ ഉണ്ടാകാനിടയായി, പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയായി, പ്രതിസന്ധികൾ ഉണ്ടാകാനിടയായി, പലവിധ സംഭവങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാകാനിടയായി. എനിക്കത് ആ നാളുകളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും പിന്നീട് ഞാൻ കാണാനും അറിയാനിടയായിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഏത് ഇനത്തിൽപ്പെട്ടതാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് അറിയിച്ചാൽ, നമുക്കൊരു വെളിപ്പെടുത്തൽ തന്നാൽ ആ ഇനത്തിന്റെ മേൽ അധികാരത്തെ എടുത്ത് കൽപ്പിച്ച് ശാസിച്ച് അതിനെ ബഹിഷ്കരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുവാൻ തക്കമുള്ള സിദ്ധികൾ നമ്മൾ സംഭരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, അനേക ദൈവ ശുശ്രൂഷകരിൽ പൈശാചിക അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റാതെ, തുറന്നു പറയുമ്പോൾ അവനിൽ കിടക്കുന്ന അശുദ്ധാത്മ പ്രബലമാകുന്നത് പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. ഏത് ഇനമാണ് ആ കിടക്കുന്ന വ്യക്തിയിൽ പ്രവേശിച്ച അശുദ്ധാത്മാവെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ സിദ്ധി. പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ നമുക്ക് വേണ്ട ഒരു കാര്യം. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നിങ്ങളുടെ അകത്തൊരു ദാഹമുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ സിദ്ധികളിലൂടെ ഉള്ള ഒരു വിശുദ്ധ ശുശ്രൂഷ ജീവിതം. അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ദാഹിച്ച് വില കൊടുത്ത് നിലകൊണ്ടാൽ നമ്മുടെ ഇടയിലേക്ക് സാത്താന്റെ കടന്നു വരൽ, നമ്മുടെ ശുശ്രൂഷയിലേക്ക്, നമ്മുടെ നാളുകളിലേക്ക്, നമ്മൾ ദൈവം ഏൽപ്പിക്കുന്ന രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, യാത്രകളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ആ ശുശ്രൂഷ ഇടങ്ങളിലേക്ക് സാത്താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും. സിദ്ധികൾ ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ. പ്രിയമുള്ളവരെ, ആരുടെയാണ് മൈക്ക് ഡിസോർഡർ ആവുന്നത്? ആ മൈക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. ആ മൈക്കൊന്ന് അത് ബ്ലോക്ക് ചെയ്യണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് ഉയർച്ചയില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അഭിവൃദ്ധിയില്ലെങ്കിൽ, നിങ്ങളുടെ അഭിഷേകത്തിന് വളർച്ചയില്ലെങ്കിൽ, നിങ്ങളുടെ കൃപാവരങ്ങൾ ഉയർന്ന നിലയിലേക്ക് വളരുന്നില്ലെങ്കിൽ, സംതിങ് റോങ്. അതിന്റെ പിന്നിൽ എന്തോ പ്രശ്നമുണ്ട്, അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ട്, അതിന്റെ പിന്നിൽ ഏതോ ഒരു ഈവിൽ സ്പിരിറ്റിന്റെ അറ്റാക്ക് ഉണ്ട്, അതിന്റെ പിന്നിൽ അശുദ്ധാത്മാവിന്റെ കരമുണ്ട്, അതിന്റെ പിന്നിൽ സാത്താന്റെ പ്രലോഭനമുണ്ട്, അതിന്റെ പിന്നിൽ സാത്താന്റെ ലോകത്തിന്റെ തടസ്സമുണ്ട്, അതിന്റെ പിന്നിൽ പൈശാചിക ശക്തി അവന്റെ അധികാരം പ്രകടമാക്കുന്നുണ്ട്. ആ അധികാരം ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നും ഏതിനാലാണ് അവൻ അധികാരം അവകാശം പറയുന്നതെന്നെല്ലാം തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ എവിടെയും എത്തുകയില്ല. നിങ്ങളുടെ വീടിന്റെ അകത്ത്, നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ശുശ്രൂഷ ഇടങ്ങളിൽ, നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്ന ശുശ്രൂഷ വേളകളിൽ, വേദികളിൽ, രാജ്യങ്ങളിൽ, യാത്രകളിൽ, ഏതാണോ, എവിടെയാണോ, എപ്പോഴാണോ എന്തെല്ലാം സംഭവങ്ങൾ സാത്താൻ ചെയ്യുന്നുണ്ടെന്ന് അതാത് മണിക്കൂറിൽ അറിയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സിദ്ധികൾ, പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ ദാഹമുള്ളവരും കൊതിയുള്ളവരും
ജ്വലിക്കുന്നവരുമായിരിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ സത്യസന്ധമായി പറയുകയാണ്, നമുക്ക് ചുറ്റും വലവിരിക്കുന്ന പൈശാചിക ശക്തിയെ ജയിക്കുന്നില്ലെങ്കിൽ ശുശ്രൂഷയിൽ നമ്മൾ വളരില്ല, വിശുദ്ധിയിൽ വളരില്ല, പ്രാർത്ഥനയിൽ വളരില്ല, വചനത്തിൽ ആഴപ്പെടില്ല. വചനത്തിൽ ആഴപ്പെടുക എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുന്നുണ്ടാകാം, ബൈബിൾ പ്രസംഗിക്കുന്നുണ്ടാകാം, ബൈബിളൊക്കെ ഒരു ക്ലാസ് ഒക്കെ തട്ടിക്കൂട്ടി ഭയങ്കര ക്ലാസ്സും ആ ക്ലാസ് ഈ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ സാത്താന്യ ലോകത്തിന് നിന്നെ ഭയമില്ല. നീ സാത്താന്യ ലോകത്തിന്റെ മേൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവനാണെന്ന് സാത്താൻ അറിയാം. ഹല്ലേലൂയ. ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ നോക്കി ദൈവപിതാവിന്റെ മുമ്പിൽ സാത്താൻ വിലപേശിയതുപോലെ അങ്ങനെ നിങ്ങളുടെ എന്റെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരും ഈ സിദ്ധികൾക്ക് വേണ്ടി ആഗ്രഹമുള്ളവരുമായിരിക്കണം. ഈ സിദ്ധി ലഭിക്കുന്നില്ലെങ്കിൽ ഇത് മനുഷ്യന്റെ അറിവിൽ നിന്നോ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതല്ല. ഇത് ബൈബിൾ പഠിക്കുന്നതിലൂടെയോ ബൈബിൾ പ്രബന്ധം എഴുതുന്നതിലൂടെയോ ബൈബിൾ 1000 വട്ടം വായിക്കുന്നതിലൂടെ ഒന്നും സിദ്ധിക്കുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ സിദ്ധികൾ, അവന്റെ വിളിക്കുള്ളിൽ പകരാൻ കൊതിക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള അവന്റെ ആഴമായ ബന്ധവും അവന്റെ ആഴമായ തീഷ്ണതയും ദാഹവും അതിൽ നിന്ന് ഉത്ഭവിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന്, ദൈവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ദൈവമനുഷ്യന്റെ അകത്ത് രൂപപ്പെട്ട് അത് രൂപം പ്രാപിച്ച് പുറത്തെടുക്കുന്നതാണ് ഈ ദൈവസിദ്ധികളെല്ലാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെപ്പോഴും ദൈവത്തിന്റെ ആത്മാവിൽ പഠിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിൽ വളരുവാൻ, ദൈവത്തിന്റെ ആത്മാവിൽ അറിയുവാൻ, ദൈവാത്മാവിന്റെ സ്പന്ദനം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ പത്രോസിന് എന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ അപ്പോസ്തലപ്രവൃത്തി 11:12 പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശം പത്രോസിനുണ്ടായി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതം വിജയിക്കണോ, പ്രാർത്ഥനാ ജീവിതം വിജയിക്കണോ, ശുശ്രൂഷ ജീവിതം വിജയിക്കണോ, സാത്താന്റെ മേൽ അധികാരം. എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സാത്താൻ ക്ലെയിം പറയുന്ന, സാത്താൻ അവകാശം പറയുന്ന ഒരുപാട് ദൈവശുശ്രൂഷകൾ ഇന്ന് ഭൂമിയിലുണ്ട്. ദൈവരാജ്യത്തെ കുറിച്ചും യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനത്തെ കുറിച്ചും ഈശോയുടെ 2ാം ആഗമനത്തെ കുറിച്ചും കർത്താവിന്റെ ന്യായവിധിയെ കുറിച്ചും പഠിപ്പിക്കാതെ മറ്റെന്തൊക്കെയോ പഠിപ്പിക്കുന്ന ദൈവ ശുശ്രൂഷകളുടെ മേൽ സാത്താൻ അവന്റെ അവകാശം പ്രകടമാക്കും. ആ ശുശ്രൂഷകളൊന്നും സാത്താന്റെ ലോകത്തെ ചൊടിപ്പിക്കില്ല, അവന് ഭയവുമില്ല. ഹല്ലേലൂയ. അതൊക്കെ, ആ ശുശ്രൂഷകളൊക്കെ ഉദരവുമായി ബന്ധപ്പെട്ടതും മനുഷ്യനിർമ്മിതവും മനുഷ്യമാനവും സാമ്പത്തിക നേട്ടവും മനുഷ്യന്റെ സ്ഥാനവും മാനവും, എന്തോ വലിയ ഞങ്ങളുടെ പ്രസ്ഥാനം എന്നൊക്കെ പറയും എന്നല്ലാതെ അതിൽ കവിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് ഒരു ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാതെ അവർ ദൈവത്തിന് മുൻപിൽ തള്ളപ്പെട്ടവരും ദൈവ ശുശ്രൂഷ ചെയ്തതിന്റെ പേരിൽ കർത്താവിന്റെ മുമ്പിൽ ഇരട്ടി ശിക്ഷയ്ക്ക് അർഹരായി തീരുകയും ചെയ്യും. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ ജയകരമായ ഒരു ദൈവ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ സാത്താന്യ ലോകത്തോട് നമുക്ക് ജയമുണ്ടാകണം. ഹല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞ ആ മലയാള പദം ഞാൻ മാറ്റിയിട്ട് നിങ്ങൾ എല്ലാവരെക്കാളും ന്യായവിധിക്ക് യോഗ്യരാകും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ റോമാ സഭയ്ക്ക് എഴുതിയ തന്റെ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് ലേഖനത്തിൽ അതിന്റെ 15-19 താൻ എഴുതി വെച്ചത്. ഈ ലോകത്തിന് വേണ്ടി ആരെങ്കിലും പ്രസംഗിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ നിത്യശിക്ഷയ്ക്ക് അർഹരായിത്തീരും. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് ഒരു ശുശ്രൂഷ ചെയ്ത് ആളുകളെ കൊണ്ടുപോകുമ്പോൾ യാത്രക്കാരായ വിശ്വാസികൾക്ക് ജീവിതമുള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവ ശുശ്രൂഷ ചെയ്താൽ അത് തെറ്റില്ല,
അതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് ഈശോ ഈ രണ്ട് ശുശ്രൂഷ എടുത്ത് കൈകാര്യം ചെയ്ത് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രഭാതത്തിൽ അന്വേഷിച്ചു വന്നത് ഈ ലോകത്തിലെ അപ്പം ഇന്നലെ നിങ്ങൾ ഭക്ഷിച്ചത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഈ ലോകത്തിലെ ചില നന്മകൾക്ക് വേണ്ടിയല്ലേ എന്നെ തേടി വന്നത്? നിനക്കൊരു ജോലി കിട്ടാനല്ലേ? നിന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്കല്ലേ? നിന്റെ വിവാഹ തടസ്സം മാറാനല്ലേ? നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ മക്കൾക്ക്, നിന്റെ വീടിന്, നിന്റെ കാറിന്, നിന്റെ ജോലിക്ക്, നിന്റെ ആരോഗ്യത്തിന്, നിന്റെ സൗന്ദര്യത്തിന്, നിന്റെ കഴിവിന്, നിനക്ക് വേണ്ടിയല്ലേ നീ വന്നതെന്ന അതേ ഭാവത്തിലാണ് ഈശോ അവരോട് ചോദിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, അതും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തിൽ ഉള്ളതുമാണ്. എന്നാൽ ആത്യന്തികമായി ഇത് അതൊന്നും അല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല സൃഷ്ടികളോടും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവിൻ. നിങ്ങളുടെ പ്രസംഗം ദൈവരാജ്യത്തെ കുറിച്ചല്ല, ലോകരാജ്യത്തെ കുറിച്ച്, ലോകത്തിലെ സേഫ്റ്റിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ സാത്താന്റെ ശുശ്രൂഷയുടെ കടന്നുകയറ്റം നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ ഉണ്ടാകും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകും, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ അഭിഷേകം ലൂസാകും, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് അകലും, നിങ്ങൾ വീണുപോകും. നിങ്ങൾ ഈ ഭൂമിയിൽ സർവീസ് ചെയ്ത് ജയിക്കുകയില്ല. ഈശോയുടെ 2-ാം ആഗമനത്തെ കുറിച്ച് പറയാതെയും ഈ ലോകത്തിന്റെ ചപ്പ് ചവറിന് മാത്രമായി യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തെ വില കുറച്ച് ജനത്തിന്റെ മുൻപിൽ പഠിപ്പിച്ചാൽ ആ ഒറ്റ കാരണത്താൽ നീ പൈശാചിക ലോകത്തിന്റെ കടന്നുകയറ്റത്തിന്റെ പാത്രമായി നീ ദൈവസന്നിധിയിൽ ഇരട്ടി ശിക്ഷിക്കും. ഈ ഭൂമിയിൽ സാത്താന്റെ പ്രവൃത്തിയിൽ നിന്നെ അവനെടുത്ത് പിഴിയുവാനും കാരണമായി തീരും. നിന്റെ പ്രസംഗം ദൈവരാജ്യത്തെ കുറിച്ചാകട്ടെ, നിന്റെ വായിലെ വചനം ദൈവത്തിൽ നിന്ന് കേട്ടതാകട്ടെ, നീ പറയുന്നതും നീ പഠിപ്പിക്കുന്നതും നീ കേൾക്കുന്നതും നീ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ നിർബന്ധത്താലാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള സിദ്ധിയുടെ സാധ്യതയെ നീ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ദൈവ ശുശ്രൂഷകരാകരുത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, എവിടെയെല്ലാം ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചും യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചും യേശുവിന്റെ ന്യായവിധിയെ കുറിച്ചും പ്രസംഗിക്കാത്ത ധ്യാനമന്ദിരങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സാവകാശം നിലച്ചു പോകും, സാവകാശം ലൂസാകും. അവിടുത്തെ അഭിഷേകത്തെ കർത്താവ് പിൻവലിക്കും. കാരണം നിങ്ങൾ ലോകം മുഴുവനും പോയി എന്റെ ആഗമനത്തെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചുമാണ് ശിഷ്യന്മാർക്ക് ദൈവ ശുശ്രൂഷ ചെയ്യാൻ യേശോ വരമേൽപ്പിച്ചത്, വരം നൽകിയത്, വിളി നൽകിയത്, അഭിഷേകം നൽകിയത്. യേശു പറയുകയാണ്, നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാവരും വിശ്വാസികളാക്കാനാണ്. അങ്ങനെയല്ല പറഞ്ഞേ, ശിഷ്യന്മാരാക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ പകരക്കാരായാണോ ദൈവജനത്തെ ധ്യാനിപ്പിക്കുന്നത്, ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നത്? അതോ നിങ്ങൾ അവരെ ഇപ്പോഴും വിശ്വാസികളാക്കിക്കൊണ്ടിരിക്കുകയാണോ? നോ, നിങ്ങൾക്ക് അബദ്ധം പറ്റി. നിങ്ങൾ അവരെ ശിഷ്യന്മാരാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കർത്താവ് തള്ളിക്കളയും. നിങ്ങളുടെ അഭിഷേകം ലൂസാകും. നിങ്ങൾ കർത്താവിൽ സമ്പന്നരായി ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുകയില്ല. നിങ്ങൾക്ക് നാളെ ഒരു വലിയ വീഴ്ച സംഭവിക്കും. നിങ്ങളുടെ അഭിഷേകം ഇന്ന് കാണുന്നത് നാളെ ഉണ്ടാകുകയില്ല. കാരണം നിങ്ങൾ ദൈവജനത്തെ വിശ്വാസികളാക്കരുത്, ശിഷ്യന്മാരാക്കണം. ഹല്ലേലൂയ. ഗുരുവായ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ് യേശുവിന്റെ ശുശ്രൂഷ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിലും വലിയത് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ലോകം മുഴുവൻ പോയി സകലരെ ശിഷ്യരാക്കുവിൻ, ശിഷ്യപ്പെടുത്തുക. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിലെ അനേക ശുശ്രൂഷകർ അവരുടെ അഭിഷേകം ലൂസായതിന് ഒരു കാരണം അവർ പ്രസംഗിച്ചത് എന്താണ്? ഒരിക്കൽ ഞാനൊരു സംഭവം ശുശ്രൂഷ ചെയ്ത വേളയിൽ ഒരു കാര്യം ഞാനിങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. ഞാൻ വളരെ ഭംഗിയായ ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, നീ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്കെന്ത് നേട്ടം, ദൈവത്തിന് എന്ത് നേട്ടം, സ്വർഗരാജ്യത്തിന് എന്ത് മഹത്വമുണ്ടാകും? പറയേ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉത്തരം മുട്ടിപ്പോയി. ആ നിമിഷത്തിൽ ഞാൻ ആ കടലാസ് വലിച്ചു കീറിക്കളഞ്ഞു. ഞാൻ പഠിച്ചത് ദൂരെ കളഞ്ഞു.
അന്ന് മുതൽ ഇന്ന് വരെ ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് ഈ ക്ലാസ് എടുക്കണമെന്നെല്ലാം പറയുമ്പോൾ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേട്ട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഏത് ശുശ്രൂഷകൻ ഈ ഭൂമിയിലുണ്ടോ അവൻ ദൈവത്തിന്റെ ഒറിജിനലാണ്, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം പറയുന്ന സ്ഥലത്ത് യേശുവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ഏത് പാപി പ്രസംഗിച്ചാലും ആ പറയുന്ന നാമത്തിന്റെ മഹത്വവും എഴുതപ്പെട്ട വചനത്തിന്റെ ശക്തിയും അവിടെ ദൃശ്യമായിരിക്കും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. പക്ഷെ ആ വ്യക്തി ഉടമ്പടി ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ സ്വർഗപിതാവിൽ നിന്നും ഉടമ്പടി ചെയ്യാത്തവനായതുകൊണ്ട് അവൻ ആ ശുശ്രൂഷയുടെ പദവിയിലൂടെ വെളിപ്പെടുന്ന ദൈവ ശുശ്രൂഷയുടെ പ്രതിഫലം അവന് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അനേകർ എന്റെ അടുക്കൽ വന്നിട്ട് പറയും, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, പ്രവചിച്ചു, പിശാചുകളെ ബഹിഷ്കരിച്ചു, ഈ പ്രവൃത്തികൾ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ഇന്നൊരു രോഗശാന്തി ഉണ്ടാകുന്ന ധ്യാന മന്ദിരത്തിൽ എന്നാ തിക്കിത്തിരക്കാം. ഇന്ന് നന്നായിട്ട് പ്രവചിക്കുന്നവർക്കൊക്കെ എന്തൊരു വിലയാ, നന്നായിട്ട് പ്രസംഗിക്കുന്നവർക്ക് എത്ര സ്ഥാനമാ, വിലയാ. എന്നാൽ യേശു പറയാണ്, അവരോട് യേശു പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുകയില്ല എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവ ശുശ്രൂഷകരെ, നിങ്ങളുടെ പ്രസംഗം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാകണം. നിങ്ങളുടെ പഠനം ദൈവത്തിന്റെ ആത്മാവിനുള്ള പഠനമായിരിക്കണം. ആരോ പറഞ്ഞത് കേട്ടോ, ആരോ പഠിപ്പിച്ചതിനെ ബേസ് ചെയ്തോ ഒന്നും നിങ്ങളാകരുത്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ പ്രബലനാകണം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. നാളെ ബഹുമാനപ്പെട്ട ബാബു നിലമ്പൂർ ബ്രദറാണ്. അദ്ദേഹം അനേക വർഷങ്ങളായി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകനാണ്. അദ്ദേഹമാണ് നാളെയും മറ്റന്നാളും ഒക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ തിരക്കിലാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.